ലൈവ് പോയതിൻ്റെ പറഞ്ഞില്ലേ. ഓക്കെ ഓക്കെ എടാ ഫ്ലഫി നീ പോവാൻ റെഡിയാണോ അമ്മയുടെ എന്തായാലും മനസ്സിലായില്ലേ എനിക്കിത് കഴിഞ്ഞു വന്നിട്ടേ അണ്ണാ എടുത്തിട്ട് തൊലക്കണം എനിക്ക് അത്രേ ഉള്ളൂ. നാളുള്ളത് എല്ലാം എടുത്തിട്ട് എനിക്ക് ഓക്കെ ബ്രോ ഫ്ലഫി വരും ശരി 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 മൈൽസിനോട് ബ്രോ മൈൽസിനോട് ബ്രോ മൈൽസിനോട് അല്ല കാണിക്കട്ടെ കുഴപ്പമില്ല. ഇതൊക്കെ തന്നെയാണ് ബ്രോ നിങ്ങളും കാണിച്ചത്, അത് ഓർക്കണം, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ബ്രോ സിമ്പിൾ. ഞാനൊരു കാര്യം പറയാം, സിമ്പിളായിട്ട് ഞാൻ പറയല്ലോ ബ്രോ, ഈ സിമ്പിളാണ്, ഇതാണ് നിങ്ങൾ കാണിച്ച ഈ സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ കാണിച്ച, അത് ഓർത്തോണം, മനസ്സിലായില്ലേ? ഈ സെയിം സാധനം നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടിട്ട് പോയത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹോസ്റ്റേജ് എടുക്കായിരുന്നു, മനസ്സിലായി? എന്റെ അടുത്ത് അവന്മാർ വന്നിട്ട് ആദ്യം പറഞ്ഞത് ഇതിന്റെ അകത്തുള്ളവർ ആരെങ്കിലും വന്ന് അടിക്കാന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ഒന്ന് സംസാരിക്കണേ ഇത്, അപ്പൊ നിങ്ങൾ തിരിച്ചു കാണിക്കുന്നത് ഇങ്ങനെയാണ് ബ്രോ. 2 ദിവസമായിട്ടേ അല്ല 2 ദിവസമായിട്ട് ബ്രോ, 2 ദിവസമായിട്ട് ഈ സെയിം സാധനമാണ് കാണിക്കുന്നത് നമ്മളെ അടുത്ത്, മനസ്സിലായി? മെനഞ്ഞാന്ന് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ നമ്മളെ നല്ലോണം സംസാരിച്ചിട്ട് പോയിട്ട് ഇന്നലെ നിങ്ങൾ നമ്മളെ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞതിന് ശേഷം വന്ന് സിറ്റുവേഷൻ എടുത്ത്, ഇന്ന് അതിന് ശേഷം വീണ്ടും വന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് കളിയാക്കുന്നതിന് സംസാരിച്ചത്. ഇല്ല കുഴപ്പമില്ല ബ്രോ, നിങ്ങളിപ്പോ അവരെ അടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് മതി. നിങ്ങളെ നമ്മളെ ഫ്രണ്ട് ഇട്ടല്ലേ അവനെ അടിച്ചിട്ട് പോയത്, കുഴപ്പമില്ല. പോട്ടെ ഹലോ 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 മിണ്ടാറോ സംസാരത്ര കാര്യമല്ലേ പറയുന്നത്? നീ അവൻ്റെ അടുത്തോട് ഉടക്കുന്നതിന് കാര്യമല്ലേ പറയുന്നത്? അപ്പൊ കൊണകാരി മിണ്ടായി, വണ്ടി കയറി പോയി പോ, അവരെ വണ്ടി കയറി കൊണ്ടുപോ. ഉണ്ടോ ഇവന്മാർക്ക് എത്ര നേരം ഹോസ്റ്റേജ് വെക്കാൻ പറ്റും മാക്സിമം? മാക്സിമം എത്ര നേരം ഉണ്ടോ ഹോസ്റ്റേജ്? മാക്സിമം എത്ര നേരമാണ് ഹോസ്റ്റേജ് പറ്റുന്ന? ഒരാളെ പറ്റത്തുള്ളൂ 30 മിനിറ്റ്. മൈൽസിനെ കൂട്ടിയിട്ടാണ്. ഇപ്പൊ ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഓൾറെഡി എത്ര നേരം വെച്ചിരുന്നു മൈൽസിനെ? ഇതറാ മൈൽസിനിട്ടിട്ട് 6 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മള് റെസ്പോണ്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലല്ലോ. നമ്മളെ വന്നല്ലേ, അപ്പോഴേ എങ്ങോട്ട് വരാനാ? ഇവിടെ എടാ ഗ്യാങ്ങോസ ഇവിടെ വന്നിട്ട് എന്തായാലും കാര്യമില്ലല്ലോ, അവന്മാരെന്തായാലും അവനെ വിടത്തില്ല. ഈ കള്ള കുണ്ണാടത്ത് ഇനി ഒരു കമ്പനിയും ഇല്ല. ഇവന്മാരുടെ അടുത്ത് ഇത്ര അവന്മാർക്ക് സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് നമ്മളെ അടുത്ത് വിളിച്ച് സംസാരിക്കാനുള്ള മര്യാദ ഒന്നും ഇല്ലായിരുന്നല്ലേ? നമ്മൾ പോയി മര്യാദക്കല്ലേ നിന്ന് അവന്മാരുടെ അടുത്ത്. അവന്മാരെ ഗ്യാങ്ങോസിൽ പോയിട്ട് ആരത്തേലും എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ച ഒരാൾ പോലും ഇല്ലല്ലേ? അവന്മാർക്ക് തിരിച്ച് വിളിച്ച് മര്യാദ സംസാരിക്കാനും ഉള്ള മനസ്സ് പോലും ഇല്ലാതെ ഇതല്ലേ എടുത്തോ, ഹോസ്റ്റേജിലേ എടുത്തോ അവന്മാരുടെ ആർട്ട്. അപ്പൊ ഇനി അങ്ങനെ എന്നാ മതി, കുഴപ്പമില്ല. ഞാൻ കാര്യം പറയട്ടെ, ഒരു ഗ്യാങ്ങുമായിട്ടും നമുക്ക് ഒരു കമ്പനിയും വേണ്ട, എല്ലാവരും ഒഴിച്ച് ഒരു ഗ്യാങ്ങുമായിട്ട് ഒരു കമ്പനിയും വേണ്ട, അതിന്റെ ആവശ്യമേ ഇല്ല. എത്രയൊക്കെ പറയാലോ ഒന്നും കമ്പനി ആവില്ല. ഹലോ എടാ സൗത്ത് സിറ്റുവേഷനിലേക്കാടാ പോനെ, പറ ഞാനാണ് ഞാൻ ഇട്ട് ഞാൻ കട്ടായത് അറിഞ്ഞില്ല, അത് ഇട്ട്. ഫ്ലഫീനകത്ത് വിട്ടല്ലേ? കൈ കിട്ടട്ടത്
സഫീനെ അവര് കണ്ടിട്ടൊന്നും ഇല്ല, മനസ്സിലായി. സംസാരം വെച്ചിട്ട് എന്തിനാണോ പറഞ്ഞു, മനസ്സിലായത്. സംസാരിച്ചല്ലോ. ഇത് ഈ മൈൽസിന് എങ്ങനെ പിടിച്ചത്? അവന് റൈഡിൽ കയറാൻ പറഞ്ഞാണ്. ഇവ ഈ ആനമ്പാടിയെ പോലെ കറങ്ങി കിടക്കും പോയി. സുനി നിന്റെ കൂടെ വയൻസ് ഉണ്ടോടാ? റേഡിയോ കയറാൻ പറ അവന്. എടാ മറ്റേ ഫ്ലഫി എടുത്തൊന്ന് കൊണടിച്ചാറാ. മെയിൻ ആയിട്ട് ടീ ബാഗ് ആണോ അത്? അല്ല അവ ആദ്യം വന്ന് ആ കറുത്ത അവനാണോ? അവനാണ് ആദ്യം വന്നിട്ട് പറഞ്ഞത്. അവൻ പറഞ്ഞത് അവനാണ് ആദ്യം സംസാരിച്ചത്. അവ ആദ്യം വന്ന് റോങ് ആയിട്ട് സംസാരിച്ചു. നമുക്ക് ഹോസ്റ്റേജ് എടുത്തിട്ട് അടിക്കാം. ഇനി എമ്മാര് ആരെങ്കിലും വന്ന് ഇങ്ങനെ നിൽക്കുമെന്നാ. പക്ഷെ നമ്മള് ചെയ്ത മിസ്റ്റേക്ക് ആണ്. നമ്മൾ ആദ്യമേ എമ്മാരടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കും പോരുതായിരുന്നു. അത് അമ്മാര് സ്നൈപ്പൊക്കെ പറഞ്ഞല്ലേ അതേപോലെ തന്നെ നിന്നാ മതിയായിരുന്നു. അത് എന്റെ മിസ്റ്റേക്കാണ്, എന്റെ മിസ്റ്റേക്ക്, എന്റെ രായന്റെ മിസ്റ്റേക്കാണ് അത്. രായടാ നമ്മളെ മിസ്റ്റേക്ക് ആണ്. രായ എമ്മാര് പറഞ്ഞ പോലെ നിന്നാ മതിയായിരുന്നു. മനസ്സിലായല്ലേ? നമ്മളെ മിസ്റ്റേക്കാണ്. നമ്മളെ മറ്റേ ഇതായിട്ട് കണ്ട് ഞാൻ ലാസ്റ്റ് ഇവരെടുത്ത് പറഞ്ഞാൽ പോയി വള്ളി എടുക്കണ്ട ഒന്നും എടുക്കണ്ടെന്നാണ് പറഞ്ഞു വിട്ടിരുന്നത്. അല്ല വണ്ടി തട്ടി ഓക്കെ, അത് ഓക്കെ വണ്ടി തട്ടി, അവൻ വണ്ടി തട്ടി, അത് സീനാണെങ്കിൽ ഓക്കെ. അവരൊക്കെ വിളിക്കാല്ലേ, നമ്മളെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചൂടെ? ഒന്നും പറയാതെ ഒന്ന് ഹോസ്റ്റേജ് എടുത്തിട്ട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? പിന്നെ അമ്മാര് 2 ദിവസമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അങ്ങനെ അടിച്ചാൽ തീരതല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എന്നിട്ട് അതാണ് ഇപ്പൊ പോയിട്ട് നമുക്ക് എന്നാ പിന്നെ അവൻ ചെയ്തിട്ട് സോറി പറഞ്ഞാൽ വിട്ടാൽ മതിയായിരുന്നല്ലേ? അവർക്ക് വിടാൻ പറ്റാത്തത്. കൊള്ളാം, മാസം കൊള്ളാം കാണിച്ച മാസമൊക്കെ കൊള്ളാം. പണ്ടൊരിക്കൽ കയറിയല്ലേ കേറും, മനസ്സിലായില്ലേ? ഇവിടെ അല്ല ഞാൻ പറയണ ഇതിവിടെ തീരൂല, മനസ്സിലായി? ഇന്ന് അടി പൊട്ടിയാൽ ഇത് ഇവിടെ തീരൂല. ഇത് ഞാനാണ് പറയണത്. അതേപോലെ കേറ്റിക്കും. അതത്രേ ഉള്ളു. ഇനി എത്ര ഉള്ളു? അങ്ങനെ വരുന്നത് അരക്കണ്ണ ഇന്നലെ അവന്മാര് നമ്മളെ ഗ്യാങ്ങിനെ പറഞ്ഞിട്ട് മറ്റേ വാസുണ്ണനെ പറഞ്ഞിട്ട് പോലും നമ്മ അവന്റെ ഗ്യാങ്ങിന്റെ പേര് ഒന്നും പറഞ്ഞില്ല. ഓ അതാണ് അമ്മാരെ പറയുന്നത് എല്ലാം മറ്റേ അറിയാതെ പറയുന്നത്, മാന്യമായിട്ട് സംസാരിച്ചപ്പോ തെറ്റിപ്പോണത്, അതൊക്കെയാണ് മനസ്സിലായി. അത് സോറി പറഞ്ഞാൽ ഒതുക്കും. മറ്റേ ഫാൻ കൈ ആണെന്ന് പറയുന്നത് അവന്മാര് കളിയാക്കിയതുമില്ല, നമ്മൾ കമ്പനിയുടെ പുറത്ത് പറഞ്ഞത്, മനസ്സിലായില്ലേ? എനിക്കാണെങ്കിൽ അവൻ അറിയത്തോലുമില്ല സരക്കണ. അവൻ വന്നിട്ട് അല്ല സരക്കണ ഒന്ന് ആലോചിച്ചേക്ക്. അവൻ എന്നെ അറിയത്തില്ല. അവൻ നോർമലി ഇങ്ങനെ സിറ്റിസൺ ചെയ്യണതാണെന്നാണ് മറ്റവൻ പറഞ്ഞത്. അപ്പൊ ഫ്ലഫി അങ്ങനെ നോർമലി പോയിട്ട് ഹെലി ഇടിച്ചത് ഇപ്പൊ എന്ത് പ്രശ്നവും അല്ല. ഹെലി ഇടിച്ചു ഓക്കെ, ഹെലി ഇടിച്ച് അവൻ ചെയ്ത സിറ്റുവേഷൻ വന്ന് ഇടിച്ചു ഓക്കെ. സോറി പറയാൻ റെഡി ആയിരുന്നു. അവരെ കണ്ടില്ല. അല്ല അവര് സംസാരിക്കുന്നതിന് മുമ്പേ പോയല്ലേ ഹോസ്റ്റേജ് ആക്കി. അത് വലിയ മിടുക്കെന്നുള്ള രീതിയിലല്ലേ കാണിക്കണം. അപ്പൊ പിന്നെ ഇനി അങ്ങനെ എന്നാ കുഴപ്പമില്ല. മറ്റേ വലിയ നമ്മളെ മുമ്പ് വെച്ച് വലിയ മാസമൊക്കെ കാണിച്ചിട്ടൊക്കെ അവിടെ പോയിട്ട് ഇടിക്കുന്നതൊക്കെ കാണിച്ച് കയറ്റിക്കൊണ്ട് പോയല്ലേ? ഓക്കെ കുഴപ്പമില്ല. ഇത്ര നേരം പിടിച്ച് എല്ലാവരും കയറാൻ പറയടാ, എല്ലാവരും കയറാൻ പറ. നമ്മള് 15 പേര് അവൻ ഇടിച്ചു. ഞാൻ കണ്ടാ ഞാൻ ഒരുത്ത ഇടിച്ചു, അവനെ ഇടിച്ചു അവിടെ വെച്ചിടിച്ചു. അവൻ ഇടിച്ചിട്ട് കയറാത്തോട്ടെന്നാ പറഞ്ഞ പറ്റില്ല. പട്ടിഷ ഉണ്ടല്ലേ അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സൂപ്പറാണ് അതെ. അല്ല ഇന്നലെ മനസ്സിലായില്ല. ഇന്നലെ മറ്റേ അതെ ഇന്നലെ പുളിത്തേന്റെ വിഷമം. ഇല്ല ഇത് ഇവിടെ കൊണ്ട് തീരൂല, ഇനി തീരൂല. അമ്മാര് വന്ന് മനസ്സിലായി. ഇപ്പൊ അടിച്ചിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. മറ്റേ കൂട്ടത്തിൽ ഹോസ്റ്റേജ് ആക്കി കാണിച്ചിട്ട് വലിയ കിടിലോണെന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ഇനി എന്തൊക്കെയാണേലും ഇനി എന്നും അമ്മാര് കയറുമ്പോൾ ആ ഒരു മൈൻഡിൽ തന്നെ കയറിയാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അമ്മാര് കയറുമ്പോൾ ആ മൈൻഡിൽ കയറിയാൽ മതി. ഇനി ഹോസ്റ്റേജ് ആവും എന്നുള്ള മൈൻഡിൽ തന്നെ കയറിയാൽ 15 പേര് ഒരുമിച്ച് തന്നെ എന്നും കയറിയാൽ മതി. അതിപ്പോ ഇന്നോ നാളെയോ കൊണ്ട് തീരുമെന്നൊന്നും വിചാരിക്കണ്ട. അത് എത്ര ദിവസം നിൽക്കുമോ അത്ര ദിവസം കഴിഞ്ഞിട്ട്. സ്റ്റീവ് എവിടെ പോയി? കറണ്ട് എന്തോ ഇല്ല. ടൈം നോക്കണം അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക്. അല്ലല്ല അരമണിക്കൂർ തന്നെയാണ്. പിന്നെ അല്ല പിന്നെ ഒരു ദിവസം മൊത്തം ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഒരാൾ ഹോസ്റ്റേജ് കൊടുത്ത് വെച്ചിട്ട്?
ഫ്ലഫി ഹലോ കേക്കാവടാ? നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കുഴപ്പമില്ല ഇറക്കണ്ട ശരില്ല. സമയത്തിൻ്റെ താള് 4 3 5 6 9 13 പേരേ ഉള്ളൂടാ നമ്മളെ സിറ്റിയില്. ഹലോ കേക്കാമോ? 13 പേരേ ഉള്ള നമ്മള്. ഇല്ല 14 പേര്. അതെ 14 പേര്. എന്ത് ബാക്കി ആളെന്ത് വരാത്ത? ഇത്ര സീനുമായിട്ട് ഞാൻ താലപ്പൊലി കൊടുക്കണോ വരാൻ? രായ എടാ 14 പേര് എത്ര 15 പേര് കയറാൻ ഇത്ര പാടെന്ത് ഇത്ര നേരം ഉണ്ടായിട്ട്? അറിഞ്ഞൂടാ ഒരുത്തന്റെ കറണ്ട് ഇല്ലെന്ന്. അത് ഓക്കെ. ബാക്കിയുള്ളമാര് ആരൊക്കെ മാഡി ഉണ്ടായിരുന്നല്ലോ ഇത്ര നേരം. കിണ്ടി എവിടെ പോയി? കേറത്തില്ല. ടാച്ചിക്കും വയ്യേ? അല്ല കുഴപ്പമില്ല ചോദിച്ചോ. വേറെ എന്നാലും ഇനിയും കാണണ്ടടാ. ബാക്കിയുള്ളവരവിടെ പോയി. ചന്ദ്രനും പോയല്ലേ ഒറ്റ സമയത്ത്. വേറെ നോക്കട്ടെ. റേഡിയോ ഉണ്ട് ഇപ്പൊ എന്റെ അമ്പത്തൂരാ. അവിടെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞോട് ഇവനൊക്കെ ചുമ്മാ വീട്ടില് പുതപ്പ് മൂടി മറ്റേ പെണ്ണുങ്ങളുടെ കഥയും പറഞ്ഞിരിക്കാൻ അറിയാം. വേറെ എന്തിനും അറിയാം. ഗുലാനെ ഇവനൊക്കെ എന്തിനാണ് പരിപാടി? ഈ ട്രിക്കിക്കൊക്കെ എന്തിലും ചെയ്യുന്നുണ്ടാവല്ലോ. സിറ്റുവേഷനും ഒരു വരത്തില്ല. പിന്നെ എനിക്കൊന്നും പറയാനില്ല. അവിടെ ഗ്യാങ് ഹൗസ് ഇരിക്കണം. നീ എങ്ങനെ ചിരിക്കുന്ന അവിടെ? ഹലോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് അരമണിക്കൂറല്ലേ ഹോസ്റ്റേജ് മാക്സിമം? പിന്നെ ഒരു വർഷം അവിടെ ഇരിക്കണം അവൻ. അല്ല അരമണിക്കൂറായിരുന്നു. അതാണ് ചുമ്മാ ഇയാണ് പറഞ്ഞ പറ. എന്താ ഞാൻ പറയണ ഇനി ഒരുത്തന്മാരായിട്ട് ഒരു കമ്പനിയും വേണ്ട. അവിടെ വന്നിട്ട് ഷോ ഓഫ് ഒക്കെ വല്ലാത്ത ഷോ ഓഫ് ആയിരുന്നു. സൂപ്പറായിരുന്നു. വല്ലാത്ത ഷോ ഓഫ് ആയിരുന്നു.
അണ്ണന്റെ അടുത്ത് മാന്യായിട്ട് സംസാരിച്ച ആരൊക്കെയാണ്? എന്റെ അടുത്ത് സ്റ്റീഫനൊക്കെ അതന്നെ മാന്യായിട്ട് സംസാരിച്ചവരൊന്നും അവസാനം അവിടെ വന്നില്ല, മനസ്സിലല്ലേ? നമ്മൾ ആദ്യം സംസാരിച്ചവരൊന്നും വന്നില്ല, മനസ്സിലായില്ലേ? കണ്ടില്ല. അവരൊന്നും വന്നില്ല. സ്റ്റീഫനും മറ്റവരൊക്കെയാണ് അവരൊക്കെയാണ് സംസാരിച്ച ആദ്യം, മനസ്സിലായില്ലേ? ശംഭു കോട്ട് ഡെക്കൂക്ക് എന്നൊക്കെ വരാനുള്ളവരാണ് ഇങ്ങോട്ട്. ഇത് അവന്റെ കാര്യം എന്തായാലും തീരുമാനമായി. ഞാൻ വിട്ടാലും സ്നൈപ്പ് വിറ്റാച്ച് അവന്മാരെ വിടൂല, അതെനിക്ക് 100% ഉറപ്പുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ പേരിലാണ് ഇറ്റാച്ചി സ്നൈപ്പും മറ്റേ വിട്ടിട്ട് പോയത്. അവന്മാരുടെ എന്തായാലും വിടൂല, മനസ്സിലായില്ലേ? ജീവിതകാലം മുഴുവൻ അവന്മാർക്ക് അവന്മാരെ ശല്യം കൊണ്ട് അവന്മാര് പഠിക്കും. സ്നൈപ്പിന്റെ ഇറ്റാച്ചിയുടെ ശല്യം ജീവിതകാലം അവന്മാരെ പഠിക്കും. ഇനി ഇറ്റാച്ചിയാണ് അത് ഇറ്റാച്ചല്ലേ? സിംഗമാണോ? ഇറ്റാച്ചല്ലേ? അമ്പത്തൂരാണോ? ഇത് ഉറക്കത്തിന്നോ? ആ ഹലോ, ആ പറടാ. 30 ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാള് വരും. 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആക്ഷൻ വല്ലതും എടുക്കാൻ പറ്റുമോ? 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അവര് വിട്ടില്ല, എന്തിനാണ് അപ്പൊ നമ്മള് ചെയ്യണ്ട? നമ്മള് എന്താ ചെയ്യണമെന്നുണ്ടോ? 30 മിനിറ്റ് കഴിഞ്ഞാൽ അവര് വിട്ടില്ലെങ്കിൽ നമ്മള് എന്താണ് നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്? അവർക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അവർക്ക് വേണോന്ന് പറഞ്ഞിട്ടാണല്ലോ ബ്രോ നമ്മൾ ഒരാളെ ഹോസ്റ്റൽ എടുത്തിട്ട് പകരം ഒരാളെ കൊണ്ടുപോയത്. ഒരാളെ വിളിച്ചിട്ട് പകരം ഒരാളെ കൊണ്ടുപോയി. നമ്മളെ ഓൾറെഡി ഹോസ്റ്റലിനെ വിളിച്ചിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് അവര് കൊണ്ടുപോയത്, വേണമെന്ന് പറഞ്ഞിട്ട്. അത് നമ്മള് അതുകൊണ്ടാണ് ഫ്ലഫീനെ വിട്ട് നമ്മള് പകരം മൈൽസിനെ ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലഫീനെ വിട്ട്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവരെന്തായാലും വിടണമല്ലോ, അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ ശരി. അതല്ല ബ്രോ, അതല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് ഇരുന്ന ഹോസ്റ്റേജിന്റെ ടൈമും കൂടി ഉണ്ടാവൂല, മനസ്സിലായ? അതുകൂടി രണ്ടും കൂടി ചേർത്തിട്ടാണല്ലേ 30 മിനിറ്റ്. 30 മിനിറ്റ് ആയി. അല്ല അത് നോക്കാം അതിപ്പോ കേറുമല്ലേ, അത് ഇത്ര ട്രിഗറാക്കി വെച്ചിട്ട് മറ്റേ വിളിക്കാണെങ്കിൽ പിന്നെ നമുക്കത് ഞാനതൊന്നും മൈൻഡ് ചെയ്യൂല. അതാണ് 2 ഗ്യാങ്മായിട്ട് അടിച്ചോട്ടെ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് ഗ്യാങ്ങില് 15 പേരും ഡ്രസ് ഷോപ്പ് കയറിയിട്ട് ഹെൽമെറ്റ് ഒക്കെ മാറ്റിയാൽ മതി. ഒറ്റയ്ക്ക് ഒരുത്തനോടെ ഡ്രസ് ഷോപ്പ് കയറിയിട്ട് ഹെൽമെറ്റ് വല്ലതുകൊണ്ട് വാറ് വിളിച്ച് തീർക്കെന്ന് പറയും. 15 പേര് കേറിയാലും അവന്റെ സമ്മതം നമുക്ക് എടാ, അവന്റെ അടുത്ത് ഇനി ആര് സംസാരിക്കാൻ പോണോ? ഇനി അവന്റെ അടുത്ത് ഇനി ആര് സംസാരിക്കാൻ പോണോ? അവന്റെ അടുത്ത് സംസാരിക്കാൻ ആര് പോണോ? അവന്റെ സംസാരിക്കാൻ നിർത്തിയല്ലോ നമ്മള്. അല്ല ഇപ്പൊ പറഞ്ഞമാരത്ത് ഇനി ആര് സംസാരിക്കാൻ പോണോ? ആര് സംസാരിക്കാൻ പോണോ അമ്മയുടെ അടുത്ത് ഇനി SRR ആയിട്ട്? ആര് സംസാരിക്കാൻ പോണ്ട? നിന്നെ പുറത്താ മതിയായിരുന്നു.